സ്നേഹമുള്ളവരെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ തവണ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുമ്പ് ബൈ കാരിസ്ഫോൺ എന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ കാരിസ്ഫോനും ഏറ്റുമാനൂർ റീജൻസും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ട്. കാരണം കാരിച്ചൻ റീജൻ്റ് ആയിരുന്നു, വിജലച്ചൻ റീജൻ്റ് ആയിരുന്നു, ലാലുവച്ചൻ, ജസ്നച്ച്, അങ്ങനെ എല്ലാവരും ഏറ്റുമാനൂർ സെമിനാരിയിൽ റീജൻ്റായിട്ട് പ്രവർത്തിച്ചതായിരുന്നു. പിന്നീട് കാരിസ്ഫോനി ശുശ്രൂഷ ചെയ്യാൻ കടന്നു വന്നു. അവസാനം ദൈവം ആ കാരിസ്ഫോനിൽ നിന്ന് വീണ്ടും എന്നെ ഏറ്റുമാനൂർ സെമിനാരിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ മഞ്ഞാക്കരച്ചൻ വളരെ തമാശയായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരിസ്ഫോനും എസ് എസ് സെമിനാരിയുമായിട്ടുള്ള ബന്ധം ഇതായിട്ട് പറയുമ്പോൾ ഒരു പേര് അച്ഛൻ മറന്നുപോയി കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എന്താണ് അച്ഛൻ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല, എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അന്നേരം അച്ഛൻ പറഞ്ഞൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് തുറക്കുന്ന ഒന്നായിരുന്നു. കാരണം കാരിസ്ഫോൻ ധ്യാനകേന്ദ്രം അത് ഉയർന്നു വന്നത് ഈ എസ് എസ് സെമിനാരിയിൽ മഞ്ഞാക്കരച്ചൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. ഈ എസ് എസ് സെമിനാരിയുടെ ഈ മണ്ണിൽ 9 വർഷം നിന്നുകൊണ്ടാണ് മഞ്ഞാക്കരച്ചൻ കാരിസ്ഫോൻ എന്ന ധ്യാന കേന്ദ്രം പണിതുയർത്തിയത്. അപ്പോൾ അതിന് പുറകിൽ ഒത്തിരിയേറെ സ്ട്രഗിൾ അച്ഛൻ കടന്നുപോയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അച്ഛൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നത് പലരും വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനത് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു ചെറിയൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മഞ്ഞാക്കരച്ചൻ എന്നെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമാണ്. പ്രിയമുള്ളവരെ, എസ് എസ് സെമിനാരിക്ക് അതുകൊണ്ട് തന്നെ കാരിസ്ഫോനുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ് മഞ്ഞാക്കരച്ചൻ. കാരണം അച്ഛനിലൂടെയാണ് കാരിസ്ഫോൻ എന്ന ധ്യാനകേന്ദ്രം ഉണ്ടായത്. മാത്രമല്ല ഇന്നും ഒത്തിരിയേറെ വളർച്ചയ്ക്ക് കാരണമായി മാറിയതും അച്ഛൻ്റെ ഒരു പ്രയത്നം തന്നെയാണ്. അവിടെ ഇന്ന് വളരെ മനോഹരമായ ഒരു പന്തലുണ്ടെന്ന് നമുക്കറിയാം. നല്ലൊരു ധ്യാന ഹോളുണ്ട്, AC ധ്യാന ഹോളുണ്ട്. അതെല്ലാം അച്ഛൻ്റെ സംഭാവന കൊണ്ട് നമ്മൾ നിർമ്മിച്ച ഒന്നാണ്. അതല്ല, അതിൻ്റെ കയ്യൊപ്പ് വീണ്ടും ഇവിടെ എസ് എസ് സെമിനാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അച്ഛൻ ഓരോ മേഖലയിലും കൈവച്ച ഇടങ്ങളാണ് ഇത് 2 സ്ഥാപനങ്ങൾ, എസ് എസ് സെമിനാരിയും അതുപോലെ തന്നെ നമ്മുടെ കാരിസ്ഫോൻ ധ്യാന കേന്ദ്രവും. ഇവിടെ വരുമ്പോഴും ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന ഇടം പോലും അത് അച്ഛൻ്റെ സംഭാവന കൊണ്ട് മനോഹരമാക്കിയ ഒരു ഇടമാണ്. ഇവിടുത്തെ സെമിത്തേരി എന്ന് പറയുന്നത് വളരെ മനോഹരമായ രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. മുമ്പ് ഒരു അടക്കിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും നമ്മളൊരു പന്തലിടണം, അങ്ങനെയുള്ള ഒത്തിരിയേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഞ്ഞാക്കരച്ചൻ അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് മനോഹരമായി ഒരു സെമിത്തേരിയാണ് നമുക്കുള്ളത്. ആര് വന്നാലും ഇന്ന് പ്രാർത്ഥിക്കാൻ എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഇടമായി ഇന്ന് എസ് എസ് സെമിനാരിയിലെ ഈ സെമിത്തേരി മാറിയിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത് അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൂടിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ന് ഈ ഒരു പ്രായത്തിൽ 80 വയസ്സായി, 80 വയസ്സിലേക്ക് കടന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 80-ാം വയസ്സിലും വീൽ ചെയറും തള്ളി ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ പല കോണുകളിൽ പോയി വിശ്വാസം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് അച്ഛൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ദാഹമാണ്, ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ലോകമെമ്പാടും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. ആ ഒരു കൽപ്പനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ളത്. സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ കോണുകളിലേക്കും അച്ഛന് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് എസ് എസ് സെമിനാരിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് കൂടുതലായിട്ടും ആ ഒരു ഫോർമേഷൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. കാരണം നമ്മളും ഫോം ചെയ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടി? യേശു നൽകിയ ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി. തൻ്റെ ശിഷ്യന്മാരെ യേശു പറഞ്ഞ് ഏൽപ്പിച്ചത് എന്താണ്? ഈ ഭൂമിയിൽ നമ്മൾ എല്ലാ കോണുകളിലേക്കും പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക, ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക, ദൈവരാജ്യം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ വലിയൊരു ദൗത്യമാണ് നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓരോ വൈദികനാകാൻ കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കും നമ്മൾ പങ്കുവെച്ച് കൊടുക്കേണ്ടതും അത് തന്നെയാണ്, അല്ലേ? യേശു അവരോട് പറയുമ്പോൾ അവരുടെ പേര് വളർത്താൻ വേണ്ടിയല്ല പറഞ്ഞു കൊടുക്കുന്നത്, മറിച്ച് നിങ്ങൾ എവിടെ പോയാലും ദൈവരാജ്യം വളർത്തുക. ആ ഒരു പർപ്പസോട് കൂടിയാണ് ഇന്ന് എസ് എസ് സെമിനാരിയിലേക്ക് ഓരോ കുട്ടികളും വൈദികനാകണം എന്ന ആഗ്രഹത്തോടെ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വവും അതുതന്നെയായിരിക്കാം. പക്ഷേ ഈ കുഞ്ഞു മക്കൾക്ക് മനസ്സിലേക്ക് കർത്താവിൻ്റെ സുവിശേഷം എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുവേണ്ടി നമ്മുടെ പേര് വളർത്തുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളിലൂടെ എങ്ങനെ ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുന്നു, യേശുവിൻ്റെ നാമം മറ്റുള്ള എത്തിക്കപ്പെടുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ എസ് എസ് സെമിനാരിക്ക് വലിയൊരു റോള് പ്ലേ ചെയ്യാനുണ്ട്. ഈ വിശ്വാസ രൂപീകരണത്തിലും അതോടൊപ്പം തന്നെ നല്ലൊരു വൈദികനായിട്ട് കടന്നു വരുന്നതിനും പ്രധാനപ്പെട്ട പങ്കുവഹിക്കേണ്ട ഒരു ഇടമാണ് എസ് എസ് സെമിനാരി. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ എസ് എസ് സെമിനാരിയെ കൂടി ഒന്ന് ചേർത്ത് വയ്ക്കുക. കാരണം ഈ സെമിനാരിയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം ഇതിനകം നൽകിക്കഴിഞ്ഞു. ഒത്തിരിയേറെ വൈദികർ ഇന്ന് കേരളത്തിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നത് ഇവിടെ കാലുവച്ചതിന് ശേഷമാണ്, ഇവിടെ ഫോർമേഷൻ കിട്ടിയതിന് ശേഷമാണ്. ഇവിടെ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്നാണ് അവരുടെ മനസ്സിലേക്ക് ആ ഒരു മിഷണറി സ്പിരിറ്റ് കടന്നു വന്നത്. അപ്പോൾ ആ ഒരു സ്പിരിറ്റോട് കൂടെ എല്ലാ ഭാഗത്തേക്കും പോയി
യാതൊരു പരാതിയുമില്ലാതെ ശുശ്രൂഷ ചെയ്യാൻ അവർക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അപ്പോൾ ആ പ്രാർത്ഥന എന്നും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഈ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അത് ഇനി പ്രാർത്ഥനയിലൂടെ നിലനിർത്തണമെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങളും അതിൽ പങ്കുചേരണം. ഞങ്ങളുടെ വാഴ്ചയ്ക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി, പ്രത്യേകിച്ച് MSF സഭയ്ക്ക് ഒത്തിരിയേറെ ദൈവവിളികൾ ഇനിയും ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഈ ഒരു സെമിനാരിയെ കണ്ടുകൊണ്ട് കർത്താവെ ഇനിയുള്ള വർഷങ്ങളിലും അനേകം കുഞ്ഞുങ്ങളെ നല്ലൊരു വൈദികരായിട്ട് മാറുവാൻ ഈ സ്ഥാപനത്തിലേക്ക് അയക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്തു. തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പെനിക്കുണ്ട്. കാരണം നിങ്ങളും ഞാനും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ നിലയിലേക്ക് വളർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് ഇനിയുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളെയും ചേർത്ത് വയ്ക്കുക. പുതിയ കുഞ്ഞുങ്ങളെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇനിയും ഞാനുണ്ടാകും എന്ന പ്രതീക്ഷയോടെ പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം.